എത്രയും പെട്ടെന്ന് കോൺഗ്രസിൻ്റെ നേതാക്കൾ നിങ്ങളിപ്പോൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന യന്ത്രം ഓഫ് ചെയ്യണം എന്നുള്ളതാണ്. വലിയ നൈരാശ്യത്തിലേക്ക് പോയ ആളുകൾ അവരെയൊക്കെ വീണ്ടും പ്രതീക്ഷയുടെ ഒരു പ്രകാശം കൊടുത്ത ഒരു നേതാവുണ്ട്. അയാളുടെ പേര് വി ഡി സതീശൻ എന്നാണ്. മുസ്ലിം ലീഗുകാർക്ക് ഇതിൽ പ്രത്യേകിച്ച് നിങ്ങൾ അടി കൂടരുത് എന്നുള്ള അഭിപ്രായം. മുസ്ലിം ലീഗുകാർ നിരാശരാണ്. കാരണം ഇത് എങ്ങനെ ഈ ഇലക്ഷൻ നേരിട്ടെന്ന് അവർക്ക് അറിയാം. അതെ, പാർട്ടിയുടെ നേതൃത്വത്തിന് പല ചോയ്സുകളുണ്ടാവും. അതെ, പക്ഷേ അതിൻ്റെയൊക്കെ അപ്പുറത്തുള്ളൊരു സംഗതിയാണ് നാച്ചുറൽ ചോയ്സ്, സ്വാഭാവികമായ ചോയ്സ്. അത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നൊരു ചോയ്സാണ്. ആ ചോയ്സ് വി ഡി എസ് ആണെന്ന് കമൻറ്റുകൾ മുഴുവൻ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ്. CPM-ൻ്റെ ഒരു വേട്ടയാടൽ ഈ അപ്പുറത്ത് പറഞ്ഞ പേരുകാർ ആരും നേരിട്ടിട്ടില്ല. അതുകൊണ്ടാണ് സതീശനാണ് മുന്നിൽ നിൽക്കുന്നത് കൊണ്ടാണ് സതീശനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് CPM പ്രവർത്തിച്ചത്. അതെ, ജനങ്ങൾ എന്തായാലും ഒരു 10 വർഷത്തെ ദുർഭരണം മടുത്തിട്ട് വോട്ട് ചെയ്തതാണ്. അപ്പോൾ അവർ ഇനി അവർ വിധി എഴുതിയത് എന്താണെന്ന് മനസ്സിലാകുന്നതിന് മുമ്പ് തന്നെ അവർ വെറുപ്പിക്കരുത്, അത്രേ പറയാനുള്ളൂ. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം സ്പെഷ്യലി ഈ ഒരാഴ്ച ആയിട്ടുള്ളൊരു UDF-ൻ്റെ സൈഡിൽ നിന്നുള്ളൊരു ഡിസ്കഷൻ, അവർ റിസൾട്ടൊക്കെ വന്നു, 100 സീറ്റ് കിട്ടി, മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ട ഒരു സിറ്റുവേഷനിൽ എത്തിയ പോലെയാണ് ഇപ്പോൾ നമ്മുടെ മാധ്യമ ചർച്ചകളും സോഷ്യൽ മീഡിയയൊക്കെ എടുത്ത് നോക്കിയാൽ കാണുന്നത്. നമ്മുടെ AICC-യുടെ സീനിയർ നേതാവായ നമ്മുടെ KC വേണുഗോപാലിന് വേണ്ടി ഒരു വിഭാഗം, രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി വേറൊരു വിഭാഗം, VD സതീശന് വേണ്ടി നേതാക്കളൊന്നുമില്ല, അണികളുണ്ട് ഇഷ്ടംപോലെ, കോമൻസിൽ വരുന്നുണ്ട്. അങ്ങനെ ഒരു റിസൾട്ട് വന്ന് UDF-ന് ജനങ്ങൾ മാൻഡേറ്റ് കൊടുത്ത പോലെയുള്ള ഡിസ്കഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ സൈഡിൽ നിന്ന് പറയുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺഗ്രസിൻ്റെ നേതാക്കൾ നിങ്ങളിപ്പോൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന യന്ത്രം ഓഫ് ചെയ്യണം എന്നുള്ളതാണ്. ഇതിൽ കുറേയധികം മാധ്യമങ്ങൾക്ക് പങ്കുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഈ ഡിസ്കഷനിൽ പങ്കുവഹിച്ച നേതാക്കൾക്കും പങ്കുണ്ട്. പ്രധാനമായിട്ടും അതാണ്. ഇപ്പോൾ ഒന്നാമത് ഷാഫി പറഞ്ഞതുപോലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, റിസൾട്ട് വന്നിട്ടില്ല. റിസൾട്ട് വരുമ്പോൾ UDF വരും എന്നുള്ള കാര്യത്തിൽ ഏകദേശം ധാരണയുണ്ട് എല്ലാവർക്കും. അതുകൊണ്ടാണ് ഈ ചർച്ചകളൊക്കെ വരുന്നത്. പക്ഷേ റിസൾട്ട് വന്നിട്ടേ ഈ ചർച്ചകൾക്ക് പ്രസക്തിയുള്ളൂ, ഔചിത്യമുള്ളൂ എന്നുള്ളതാണ് പ്രധാനം. ഇങ്ങനെ ധാരണകൾ തെറ്റിയ ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? അല്ല, ധാരണകൾ ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷവും ധാരണകൾ ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും ഇത്തരം ചർച്ചകളിലേക്ക് പോയിട്ടില്ല. ഏത് മുഖ്യമന്ത്രി ആര് എന്നുള്ള ചർച്ചകളിലേക്ക്. മുഖ്യമന്ത്രി ചർച്ചകളൊക്കെ വരാൻ കാരണം അത്രത്തോളം ഉറപ്പ് ഉള്ളത് കൊണ്ടാണ്. എന്തായാലും കഴിഞ്ഞ തവണ ഇതിൻ്റെ വേറെ രൂപത്തിലൊക്കെ വന്നിരുന്നു എന്നാണ് ഇപ്പോൾ. അല്ല, എന്തായാലും ഒരു ഔചിത്യം എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. ഇപ്പോൾ ആയിരക്കണക്കിന് UDF-ൻ്റെ പ്രവർത്തകർ അവർ പിന്നെ ഈ മാർച്ച് മാസത്തെ പൊരിവെയിലിൽ നടന്നുണ്ടാക്കിയ വോട്ടുകളുണ്ട്. അവരുടെ ഉള്ളിലൊരു പ്രതീക്ഷ ഉണ്ട്. അല്ല, അത് മാത്രമല്ലാന്ന്, ഈ യൂത്ത് കോൺഗ്രസ് ആയാലും യൂത്ത് ലീഗ് ആയാലും അവർ MSF-കാരായാലും തെരുവിൽ കൊണ്ട് അടികളുണ്ട് കുറേ. ഈ സർക്കാരിനെതിരെ സമരം ചെയ്തിട്ട് അത് വേറെ കിടക്കുന്നുണ്ട്. അവരൊക്കെ പണിയെടുത്തിട്ടാണ് ഈ ഒരു റിസൾട്ടിലേക്കെങ്കിലും എത്തും എന്ന് കരുതുന്നത്. അവരുടെ ഒന്നും മനസ്സിൽ ഇപ്പോൾ ആര് മുഖ്യമന്ത്രി ആവണം എന്നുള്ള കരുതിയിട്ടൊന്നുമല്ല. അതായത് ഈ LDF-ൻ്റെ ദുർഭരണം അവസാനിക്കണം, ഈ സർക്കാർ ഒന്ന് ഇറങ്ങിപ്പോകണം. അതിനുവേണ്ടി വോട്ട് ചെയ്ത് 10,000-കണക്കിന് മനുഷ്യരുണ്ട്. മാത്രമല്ല പുതിയൊരു സർക്കാരിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ആളുകൾ, അത് രാഷ്ട്രീയത്തിനപ്പുറത്തുള്ള ആളുകൾ, UDF-ന് വോട്ട് ചെയ്ത ഒരു വിഭാഗമുണ്ട്. അതെ അതെ, UDF-കാർ മാത്രം വോട്ട് ചെയ്താൽ ഇവിടെ സർക്കാർ ഫോം ചെയ്യുന്നില്ല. നിഷ്പക്ഷരായ ജനങ്ങൾ കൂടെ നിൽക്കണം. അതെ അതെ. അപ്പോൾ അങ്ങനെ ഇത്രയും ആളുകളെ നൈരാശ്യത്തിലേക്ക് വലിച്ചിടുന്ന രീതിയിൽ നേതാക്കന്മാർ ഡിസ്കഷൻ നടത്തുന്നുള്ളതാണ് ഏറ്റവും വലിയ അപകടം. അല്ലെങ്കിൽ അതൊരു തെറ്റായ പ്രവണതയാണ്. കോൺഗ്രസ്സിൽ പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത്രയും വിപുലമായിട്ട് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? അതിലും മറ്റു വശങ്ങളുണ്ട്. കോൺഗ്രസ് പണ്ട് ഇങ്ങനെയായിരുന്നു. കോൺഗ്രസ് പണ്ട് ആൻ്റണി ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അന്ന് കരുണാകരൻ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അല്ല, അതൊക്കെ ഏത് കാലത്താണ്? ഇപ്പോഴത്തെ ജനറേഷൻ, ഞാനും നിങ്ങളൊക്കെ ഇരിക്കുന്ന ജനറേഷൻ, നമ്മളെ കുട്ടിക്കാലത്തൊക്കെ അത് സംഭവിച്ചിട്ടുണ്ടോ? കാലം മാറില്ല, അതിന് മാറ്റങ്ങൾ വരണ്ടേ? ഈ പുതിയ തലമുറയും പുതിയ ജെൻസി കമ്മ്യൂണിറ്റി ഒന്നും ഇതൊന്നും ആഗ്രഹിക്കുന്നില്ല. അവർ കഴിഞ്ഞ 10 വർഷമായിട്ട് പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഒരു ലീഡർ പോലും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മുകളിലുള്ള ഒരു ലീഡറെ എക്സ്പെക്ട് ചെയ്തിട്ടാണ് അവർ വോട്ട് ചെയ്തത്. അല്ലാതെ 1 വർഷം ഇന്നാക്ക്, 2 വർഷം വേറെ ആക്ക്, 3 വർഷം വേറെ ആക്ക് എന്നുള്ള രൂപത്തിലല്ല. അപ്പോൾ ഇത് പണ്ട് കോൺഗ്രസ് ഇങ്ങനെയായിരുന്നു, കോൺഗ്രസിൻ്റെ അത്രത്തോളം അടി ഇപ്പം ഇല്ലല്ലോ എന്നൊക്കെയാണ് ചിലർ ചോദിക്കുന്നത്. പക്ഷേ ജനങ്ങൾ ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യില്ലാന്ന്. അല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് നേതൃത്വത്തിന് ചിലർക്കൊക്കെ കുറച്ച് ബോധം വന്നിട്ടുണ്ട് ഇപ്പോൾ. കാരണം അണികൾ തെറി പറഞ്ഞപ്പോൾ ചില ആളുകൾ ഇത്തരം ഡിസ്കഷന് വേണ്ട കമൻറ്റ് ബോക്സൊക്കെ പൂട്ടേണ്ടി വന്നു. മാത്രമല്ല KPCC പ്രസിഡന്റിന് വരെ
പിന്നെ ഇത്തരം ചർച്ചകൾ അവസാനിപ്പിക്കണമെന്ന് പറയേണ്ടതെന്ന് മുസ്ലിം ലീഗിൽ നിന്ന് പിന്നെ PMA സലാം സാഹിബ് വളരെ കൃത്യമായിട്ട് ഇതിലുള്ള ഒരു ആശങ്ക മുസ്ലിം ലീഗിൻ്റെ പേരിൽ മറ്റൊരു വാർത്ത വന്നത് ഒരു 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 ഗ്രൂപ്പ് മാനേജർ എന്ന് അവകാശപ്പെടുന്ന ഒരു നേതാവ് പാണക്കാട് വിസിറ്റ് ചെയ്തു. പാണക്കാടിനെ പോലും ഇതിലേക്ക് വലിച്ചേക്കരുത് എന്നുള്ള രൂപത്തിലേക്ക് വാർത്തയൊക്കെ വന്ന്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ചർച്ചകൾ ഇടപെടേണ്ടതില്ല എന്നുള്ളതാണ് തീരുമാനം. രണ്ടാമത്തേത് ഈ ചർച്ചകൾ അനുചിതമാണെന്നുള്ളത്. അത് പിന്നെ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന എല്ലാവർക്കും, ഇപ്പോൾ CPM വരെ പറയുന്നുണ്ട്, അതായത് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ അടികൂടുന്നത്. അതായത് ഒന്ന് ഭരണം കിട്ടുമോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ തീരുമാനം വരാൻ പോകുന്നത് 4-ാം തീയതിയാണ്. അതെ, അതായത് എത്ര സീറ്റ് UDF കിട്ടും. അതിനുശേഷം മാത്രം ആരംഭിക്കേണ്ട ചർച്ചകൾ നേരത്തെ തുടങ്ങി എന്നുള്ളത് വലിയൊരു അപകടം. മാത്രമല്ല, ഞാൻ ഇതിൽ കണ്ട സൈബർ പോരാളികൾ എന്ന് അറിയപ്പെടുന്ന ആളുകൾ വരെ, നമ്മൾ സൈബർ പോരാളികളെക്കുറിച്ചുള്ള നമ്മളൊരു ധാരണ ഇവരൊക്കെ നിസ്വാർത്ഥരായിട്ട് പണിയെടുക്കുന്നവരാണെന്ന്. പക്ഷെ അവർ പോലും ചില വ്യക്തികൾക്ക് വേണ്ടി എന്ത് ചെയ്യാണ്, പോസ്റ്റ് ഇടുകയാണ്. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ബിഗിനിങ് നമുക്ക് പറഞ്ഞിട്ട് ജസ്റ്റ് പോവാം. ഒരു മീഡിയ വണ്ണിൻ്റെ ഒരു ചർച്ചയിൽ, നിഷാദ് റാവുത്തറിൻ്റെ ഒരു ചർച്ചയിൽ നിഷാദ് റാവുത്തർ ഈ കേസിക്ക് എന്താണ് ഈ മുഖ്യമന്ത്രി ഈ പോസ്റ്റ് എന്ത് ചെയ്യാനില്ല, ധാർമ്മികമായി അവകാശപ്പെടാൻ കഴിയില്ല എന്നൊരു പോയിന്റ് പറഞ്ഞു. ആ പോയിന്റിൽ പിടിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, KC അനുകൂലികൾ എന്ന് അവകാശപ്പെടുന്ന ആളുകൾ എന്ത് ചെയ്യുന്നത്, രോഷം കൊണ്ടത്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് അതല്ല, ഇപ്പോൾ കേരളത്തിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു 100-50 ചാനൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിൽ 50-ലേറെ ആങ്കേഴ്സ് ഉണ്ട്, പ്രസൻറ്റേഴ്സ് ഉണ്ട്. അവരെന്തെല്ലാം പറയുന്നുണ്ട്, പല രൂപത്തിലുള്ള ചർച്ചകളുണ്ട്. അപ്പോൾ അതിലാരെങ്കിലും ഒരാൾ, എത്രയോ നേതാക്കൾ അതിൽ താഴ്ത്തി പറയുന്നുണ്ട്, പുകഴ്ത്തി പറയുന്നുണ്ട്. അല്ല, അതൊക്കെ നോക്കിയിട്ട് അതിന് മറുപടി പറയാൻ നിന്നാൽ, അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു നിഷാദ് റാവുത്തറിന് മറുപടി പറഞ്ഞതല്ല, തങ്ങളെ നേതാവിനോടുള്ള ഒരു അവസരമായിട്ട് ഭാവിയിൽ എവിടെയെങ്കിലും ഉപകാരപ്പെടുമോ എന്നുള്ള രൂപത്തിൽ അവർ തൻ്റെ നേതാവിനോടുള്ള കൂറ് കാണിച്ചതാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എന്തായാലും അതിലെല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. അത് പോസിറ്റീവാണെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്ക് ചുരുക്കേണ്ട റിസൾട്ട് അല്ലാതെ, അതിൽ താഴേക്കടയിൽ പ്രവർത്തിക്കുന്ന സാധാരണ പ്രവർത്തകൻ മുതൽ മുകൾ തട്ടിലുള്ള ഉന്നത നേതാക്കൾ വരെ എല്ലാവരും ഈ ഭരണമാറ്റത്തിന് വേണ്ടി പണിയെടുത്തവരാണ്, അവരുടേതായ റോള് നിർവഹിച്ചവരാണ്. അപ്പോൾ ഇതിൽ ആരാണ് മുഖ്യമന്ത്രി ആവേണ്ടത്, ആരാണ് പിന്നെ വ്യവസായ വകുപ്പ് മന്ത്രി ആവേണ്ടത്, അതായത് മറ്റ് ചർച്ചകൾ എന്ന് പറയുന്നത് അധികാരം കിട്ടിയതിന് ശേഷം മാത്രം നടത്തേണ്ടതാണ്. പക്ഷെ ഒരു കാര്യം നമുക്ക് പറയാതെ പോകാൻ കഴിയില്ല. കാരണം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 2021 ശേഷം, 2021 ശേഷം എന്ന് പറഞ്ഞാൽ 21 സീറ്റ് മാത്രമുള്ളൊരു കോൺഗ്രസ്, 15 സീറ്റുള്ള മുസ്ലിം ലീഗ്, ഇങ്ങനെയാണ് ഈ ഒരു മുന്നണിയെ, അതായത് 21 സീറ്റ് മാത്രമുള്ളൊരു കോൺഗ്രസ്സിൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട അണികൾ, വലിയ നൈരാശ്യത്തിലേക്ക് പോയ ആളുകൾ, അവരെയൊക്കെ വീണ്ടും പ്രതീക്ഷയുടെ ഒരു പ്രകാശം കൊടുത്ത ഒരു നേതാവുണ്ട്. അയാളുടെ പേര് VD സതീശൻ എന്നാണ്. അതായത് ഈ ഒരു കുഴപ്പങ്ങളെയൊക്കെ ഇല്ലാതാക്കി നമ്മൾ തിരിച്ചു വരും എന്നൊരു ധൈര്യം കൊടുക്കാൻ ഒരാളുണ്ടാവും എന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ. തീർച്ചയായിട്ടും. ഈ പ്രത്യേകിച്ച് പിണറായി വിജയൻ ഓപ്പോസിറ്റ് ആരാ നിങ്ങളുടെ നേതാവ് എന്ന് ചോദിക്കും. അതിനൊക്കെ VD സതീശൻ വരുന്നതും അങ്ങനെയാണ്. ഇപ്പോൾ താരതമ്യേന ജൂനിയർ ആയിട്ടുള്ള ആളാണ് VD സതീശൻ. അപ്പോൾ അവിടെ ചെന്നിത്തലയെ മാറ്റിയിട്ട് സതീശനെ കൊണ്ടുവരുന്നത് പോലും അദ്ദേഹത്തിന് കഴിയും, അദ്ദേഹത്തിന് അതിന് സാധിക്കുമെന്നത് കൊണ്ടാണ്. അതായത് അത് ഹൈക്കമാൻഡ് എടുത്ത തീരുമാനമായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ മുൻകാല പ്രവർത്തനങ്ങൾ കണ്ടിട്ടാണ്. സഭയിലുള്ള ഇടപെടലുകൾ, അദ്ദേഹം മന്ത്രിയൊന്നും ആയിട്ടില്ല, പക്ഷേ സഭയിലുള്ള ഇടപെടലുകൾ, വിഷയങ്ങൾ പഠിച്ച് അവതരിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ്, അദ്ദേഹത്തെ മന്ത്രി ആക്കാതിരുന്നതാണെന്നും പറയാം, അത് വേറെ കാര്യം. അതായത് ഇത്തരം സംഗതികളിലൊക്കെ അദ്ദേഹത്തിൻ്റെ കഴിവ് നോക്കിയിട്ടാണ് അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതൃസ്ഥാനം കൊടുക്കുന്നത്. ആ പ്രതിപക്ഷ നേതൃസ്ഥാനം അദ്ദേഹം വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തു എന്നുള്ളത് മാത്രമല്ല, ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ, ഇപ്പോൾ ഒരു 2 വർഷം മുമ്പൊക്കെ അതിൽ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അതായത് ഇവരെ കൊണ്ട് ഇത് നടക്കുമോ. ഇപ്പം ഞാൻ പോലും പലരോടും പറഞ്ഞിട്ടുണ്ട്, ഒരു ലീഡർഷിപ്പ് ഇല്ലാതെ എങ്ങനെയാണ് മുന്നോട്ട് പോവുക, ഹൂ ഈസ് അവർ ലീഡർ, ആരാണ് മുഖ്യമന്ത്രിയാവുക, അല്ലെങ്കിൽ ആരാണ്, ഇപ്പോൾ പൊളിറ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം ആരാണ് നിങ്ങളുടെ രക്ഷകൻ എന്നാണ് ചോദ്യം. നമ്മുടെ രക്ഷകൻ ആര്, ആ ചോദ്യത്തിനാണ് ആളുകൾ ഉത്തരം കൊടുക്കുക, അല്ലെ അതിനാണ് ആളുകൾ വോട്ട് ചെയ്യുക. അപ്പോൾ നരേന്ദ്രമോദിയാണെങ്കിൽ നരേന്ദ്രമോദിക്ക് കിട്ടും, പിണറായി ആണെങ്കിൽ പിണറായി കിട്ടും. അതിലും കഴിവുള്ളൊരു നേതൃസ്ഥാനത്തേക്ക് ഒരാൾ വന്നാൽ ആ നേതൃസ്ഥാനത്തിന് കൂടി ഒരു പങ്കുണ്ട്, എന്ത്, ഈ മുന്നണിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ. അപ്പോൾ ഇവിടെ VD സതീശൻ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും നേതൃസ്ഥാനത്തേക്ക് വന്നു. അതായത് ഹൂ ഈസ് യുവർ ലീഡർ എന്ന് ചോദിച്ചാൽ അവർ ലീഡർ ഈസ് VD സതീശൻ എന്ന് പറയാനുള്ള ആത്മധൈര്യം ഇവിടുത്തെ UDFൻ്റെ പ്രവർത്തകർക്കുണ്ടായി.
അദ്ദേഹം അതിനുള്ള എല്ലാ കോപ്പുകളും കൂട്ടി പറ്റടി കടന്നിരുന്ന ഒരു മുന്നണിയെ, അതായത് ഒരുപാട് CPM-ൽ നിന്ന് തന്നെ ഒരുപാട് ആളുകൾ UDF-ലേക്ക് വന്നു, വിസ്മയങ്ങൾ ഉണ്ടാക്കി. അതായത് പിന്നെ UDF-നകത്ത് 100+ എന്ന ഒരു സംഗതി ഒരു സ്ലോഗനായിട്ട് മാറി. അതാര് കൊണ്ടുവന്നാണ്? അത് VDS കൊണ്ടുവന്നാണ്, സതീശൻ കൊണ്ടുവന്നാണ്. അത് എല്ലാവരും ഏറ്റെടുത്തു. അല്ലേ, നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും CPM-ന്റെ ഒരു വേട്ടയാടൽ ഈ പറഞ്ഞ അപ്പുറത്ത് പറഞ്ഞ പേരുകാർ ആരും നേരിട്ടിട്ടില്ല. അതുകൊണ്ടാണ്, കാരണം സതീശനാണ് മുന്നിൽ നിൽക്കുന്നത് കൊണ്ടാണ് സതീശനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് CPM പ്രവർത്തിച്ചത്. അതെ അതെ, അത് പല ഘട്ടത്തിലുണ്ടായി. സതീശന്റെ നുണകൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേജുകൾ ഉണ്ടാക്കും. ഈ KC-യുടെ നുണകൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ പേജ് ഉണ്ടായിട്ടില്ല. രമേശ് ചെന്നിത്തലിന്റെ നുണകൾ. അതായത് സതീശനെ ഒരേ സമയം സംഘപരിവാറുകാരനാക്കി, പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ നോമിനിയാക്കി, ഇപ്പോഴും ജമാഅത്തിൻ്റെ നോമിനിയാക്കിയിട്ടാണ് അവതരിപ്പിക്കുന്നത് ചില ആളുകൾ. പിന്നെ ഇത് നുണ പറയുന്ന ആളാക്കി. അങ്ങനെ സതീശനെ ടാർഗറ്റ് ചെയ്തു എല്ലാം സംബന്ധിച്ചിടത്തോളം സതീശൻ എല്ലാം തികഞ്ഞ ആളാണെന്നുള്ള അഭിപ്രായം നമുക്കില്ല. പക്ഷേ ആരെങ്കിലും ഒരാൾ വേണ്ടേ, അതാണ് ചോദ്യം. അപ്പോൾ രമേശ് ചെന്നിത്തല ആവട്ടെ, KC വേണുഗോപാലാവട്ടെ, ഇവരൊന്നും കഴിവ് കുറഞ്ഞവരല്ല. ഇവരെല്ലാം അവരുടേതായ മേഖലയിൽ കഴിവ് തെളിയിച്ചവരാണ്, പാരമ്പര്യമുള്ളവരാണ്, ഇപ്പോഴും കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഇപ്പോൾ കഴിഞ്ഞ ഭരണകാലത്ത് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരുന്നിട്ട് ഒരുപാട് സംഗതികൾ ചെയ്ത ആളാണ്. ഒരുപാട് പുതിയ വെളിപ്പെടുത്തലുകൾ സർക്കാരിനെതിരെ കൊണ്ടുവന്നു, രേഖകൾ അവതരിപ്പിച്ചു. അദ്ദേഹം ആ പ്രതിപക്ഷ നേതൃസ്ഥാനം വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ദൗർഭാഗ്യവശാൽ ഭരണം കിട്ടാതെ പോയി, പല കാരണങ്ങളും അതിനുണ്ട്. പക്ഷേ അതേ പണിയെടുത്ത ആളാണ് VD സതീശൻ. അപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി അദ്ദേഹം ഉപയോഗിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പിന്നെ ഒരു വലിയൊരു ചോദ്യചിഹ്നമുണ്ട്. അതായത് ആർക്ക് അവസരം കൊടുക്കുമെന്ന് ചോദിക്കുമ്പോൾ പിന്നെ ആരാണ് ഈ ഓപ്പർച്യൂണിറ്റിയെ ഉപയോഗിച്ചുകൊണ്ട് ഒരു നാച്ചുറൽ ചോയ്സ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. നമ്മൾ പാർട്ടിയുടെ നേതൃത്വത്തിന് പല ചോയ്സുകളുണ്ടാവും, പക്ഷേ അതിൻ്റെയൊക്കെ അപ്പുറത്തുള്ളൊരു സംഗതിയാണ് നാച്ചുറൽ ചോയ്സ്, സ്വാഭാവികമായ ചോയ്സ്. അത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നൊരു ചോയ്സാണ്. ആ ചോയ്സ് VDS ആണെന്ന് കമൻറ്റുകൾ മുഴുവൻ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ്. അത് ജനങ്ങളുടെ ചോയ്സ് അതാണ്. കുറേ ആളുകൾ ഞാൻ VDS മുഖ്യമന്ത്രിയാവുമെന്ന് കരുതിയിട്ടാണ് വോട്ട് ചെയ്തതെന്ന് പറയുന്ന ആയിരക്കണക്കിന് ചെറുപ്പക്കാരുണ്ട്. അല്ല, ഈ പ്രത്യേകിച്ച് പൊളിറ്റിക്സ് ഒന്നും ഇല്ലാത്ത ആളുകൾ UDF-ന് ഇത്തവണ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് VD സതീശൻ്റെ വാക്കുകൾ കേട്ടിട്ടാണ്. അത് ഏറ്റവും തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഈ വണ്ടി മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് മില്യൺ കണക്കിന് ആളുകൾ, ജെൻസി കമ്മ്യൂണിറ്റിയും യങ്സ്റ്റേഴ്സാണ് അതിനെ ഏറ്റെടുത്തത്. അപ്പോൾ അത് വേറെ ആരും തലയിലും സംഗതി അത് എന്തുണ്ട്, UDF-ന്റെ മാനിഫെസ്റ്റോയിൽ ഉള്ളതാണ്. പക്ഷെ അത് പബ്ലിക്കിൽ ചർച്ചയാവുന്ന രൂപത്തിലോട്ട് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു. അപ്പോൾ അങ്ങനെ ഒരുപാട് കമ്മ്യൂണിറ്റി അദ്ദേഹത്തിൻ്റെ പിന്നിൽ നിന്നിട്ടുണ്ട്. അപ്പോൾ ആ സ്വാഭാവിക നീതിക്കെതിരെ ആരെങ്കിലും നിന്ന് കഴിഞ്ഞാൽ ജനങ്ങൾ പ്രതികരിക്കും തീർച്ചയായും. പിന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പലരും എന്ത് ചെയ്തിട്ടുണ്ട്, മത്സരിക്കാതെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ CH മേനോൻ അങ്ങനെ വന്ന ആളാണ്. അതുപോലെ തന്നെ BJP-യിൽ തന്നെ പിന്നെ സുഷമ സ്വരാജിനെ പോലുള്ള ആളുകൾ അങ്ങനെ വന്നിട്ടുണ്ട്. അതായത് ഈ കോൺഗ്രസ്സിൽ തന്നെ ഇങ്ങനെ ഇപ്പോൾ കമൽനാഥ് മധ്യപ്രദേശിൽ പോയി CM ആയതും, അശോക് ഗെഹ്ലോട്ട് സച്ചിൻ പൈലറ്റിനെ മറികടന്ന്, അശോക് ഗെഹ്ലോട്ടിന് തന്നെ ആയിരിക്കും അവിടെ പ്രയോറിറ്റി, എന്നാലും എന്ത് ചെയ്യുന്നു, മുൻകൂട്ടി കാണണമായിരുന്നു. ഇപ്പോൾ ഈ സച്ചിൻ പൈലറ്റ് തന്നെ ഭാവിയുടെ നേതാവാണ്. അപ്പോൾ അങ്ങനെ കുറേ ഡിസിഷൻസ് എടുത്തിട്ട് കോൺഗ്രസ് എന്താക്കിയിട്ടുണ്ട്, പല സംസ്ഥാനങ്ങളിലും സംഘടനയെ ഇല്ലാതാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഡിസിഷൻ എന്തില്ല കേരളത്തിൽ ഉണ്ടാവില്ല എന്നാണ് നമ്മൾ കരുതേണ്ടത്. അതായത് ഇവിടെ നമ്മളെ സംബന്ധിച്ചുള്ള ഒരു കൺസേൺ എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ KC വേണുഗോപാലാവട്ടെ, രമേശ് ചെന്നിത്തല ആവട്ടെ, VDS ആവട്ടെ, ഇനി K മുരളീധരൻ ആവട്ടെ, ആരും ആവട്ടെ, എല്ലാവരും യോഗ്യരാണ്. പക്ഷേ കൂടുതൽ യോഗ്യൻ ആര് എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. അത് ജനങ്ങളുടെ പക്ഷത്തു നിന്ന് വേണം ആ ചോദ്യത്തിന് ഉത്തരം കാണാൻ, അല്ലാതെ സംഘടനാ പക്ഷത്തു നിന്നാവരുത്. സംഘടനാ പക്ഷത്തു നിന്ന് ചിന്തിക്കുമ്പോൾ KC വേണുഗോപാലായിട്ടാണ് പലർക്കും കൂടുതൽ അടുപ്പുള്ളത്. അതിൽ KCയെ പണക്കാൻ ആർക്കും താല്പര്യമില്ല. ഇപ്പോൾ KCക്ക് വേണ്ടി ഒരുപാട് ആളുകൾ എഴുതുന്നത് KC കേന്ദ്രത്തിൽ അത്രയും പിടിപാടുള്ളതുകൊണ്ടാണ്. അല്ലാതെ സംഘടനാ ചുമതല സെക്രട്ടറി അവർക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ KCയുടെ ഒരു സപ്പോർട്ട് വേണമെന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ KC അയോഗ്യനാണോ അല്ലെങ്കിൽ KC അതിന് പറ്റാത്തവനാണോ എന്ന അഭിപ്രായം നമുക്കാർക്കുമില്ല. യോഗ്യനാണ്. അതുപോലെ തന്നെ ചെന്നിത്തല യോഗ്യനാണ്. പക്ഷെ കൂടുതൽ യോഗ്യനാണ് ആര് എന്നൊരു ചോദ്യം ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് എന്ത് ചെയ്യേണ്ടതുണ്ട്, ചോദിക്കേണ്ടതുണ്ട്. അപ്പോൾ കാണുന്ന ഉത്തരവാണ്. അപ്പം മുസ്ലിം ലീഗുകാർക്ക് ഇതിൽ പ്രത്യേകിച്ച് നിങ്ങൾ അടി കൂടരുത് എന്നുള്ള അഭിപ്രായം. മുസ്ലിം ലീഗ് നിരാശരാണ്. കാരണം ഇത് എങ്ങനെ ഈ ഇലക്ഷൻ നേരിട്ടെന്ന് അവർക്ക് അറിയാം. ഇതിങ്ങനെ വന്ന് കലാശിക്കരുത് എന്നാണ് അവർ വിചാരിക്കുന്നത്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നത്. അപ്പോൾ ഇന്ന് ഏറ്റവും അവസാനം
കോഴിക്കോടിൻ്റെ ജനകീയനായ എം പിയാണ് നമ്മുടെ രാഘവേട്ടൻ. രാഘവേട്ടൻ എന്നൊരു പ്രസ് മീറ്റ് വിളിച്ചിട്ട് പറയുകയാണ്, പല എം പിമാർക്കും മത്സരിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു, എന്നെ എം പിമാരെ തടഞ്ഞത് ഹൈക്കമാൻഡ് അല്ല, കേരളത്തിലെ നേതാക്കളാണെന്ന്. അതിൻ്റെ അടിയിലെ കമൻസ് വായിച്ചു നോക്കാം, ഉള്ളതെറിയാണ്. ആരാണ് ആ തടഞ്ഞ അവർക്കൊരു സെല്യൂട്ട് എന്നാണ്. അപ്പോൾ ഇവർ ഓൾറെഡി എം പി ആണ്. ആ എം പി എന്ത് ചെയ്യുന്നത്, അത് റിസൈൻ ചെയ്ത് അത് പോവും. ഇപ്പോൾ രാഘവേട്ടനെ അറിയാം, ഈ കോഴിക്കോട് ലോക്സഭാ സീറ്റിൽ ഇനി പുള്ളിയല്ലാതെ ആരും ഇപ്പോൾ ഇവിടെ മത്സരിച്ച് അത് കിട്ടില്ലെന്ന്. അത് പോയാലും കുഴപ്പമില്ല, ഒരു അസംബ്ലി സീറ്റ് കിട്ടട്ടെ, തോൽക്കുന്ന സീറ്റിൽ മത്സരിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് അത് പറ്റില്ല എന്ന്. ചിലപ്പോൾ നോർത്തിലെങ്ങാനും മത്സരിക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെയൊക്കെ ഒരു അവസ്ഥ. ജനങ്ങൾ എന്ത് ചിന്തിക്കുന്നതെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. കാലം മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അതെ അതെ, അത് മനസ്സിലാക്കി പൊളിറ്റിക്സിലെ ഈ ഗിമ്മിക്കുകൾക്കപ്പുറത്ത് സ്വാഭാവിക നീതി, നേരത്തെ പറഞ്ഞ ആ പ്രയോഗം വളരെ കറക്റ്റാണ്. സ്വാഭാവിക നീതി എന്ന് പറയുന്ന സംഗതിക്ക് വേണ്ടി ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റേതായിട്ടുള്ള കമൻറ്റുകൾ ഈ പോസ്റ്റുകളൊക്കെ താഴെ വരും. നേതാക്കന്മാർക്ക് കമൻറ്റ് ബോക്സ് പൂട്ടി ഓടേണ്ട ഗതികേട് വരും. ജനങ്ങളെ പേടിക്കണം. ആരെ പേടിച്ചിട്ടില്ലെങ്കിലും ജനങ്ങളെ പേടിക്കണം. എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. ജനങ്ങൾ എന്തായാലും ഒരു 10 വർഷത്തെ ദുർഭരണം മടുത്തിട്ട് വോട്ട് ചെയ്തതാണ്. അപ്പോൾ അവർ ഇനി അവർ വിധി എഴുതിയത് എന്താണെന്ന് മനസ്സിലാകുന്നതിന് മുമ്പ് തന്നെ അവരെ വെറുപ്പിക്കരുത്. അത്രേ പറയാനുള്ളൂ. താങ്ക് യു.